ക്രേസി ഹാക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു എഗ് ചില്ലിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവും ഇതിന് എത്രത്തോളം ടേസ്റ്റ് ഉണ്ടായിരിക്കും എന്നുള്ളത്. അപ്പോൾ ഇതിൽ ഒരു പ്രത്യേക ചേരുവയൊക്കെ ചേർത്തിട്ടാണ് നമ്മളിത് തയ്യാറാക്കിയിരിക്കുന്നത്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടിപൊളി ടേസ്റ്റുള്ള ഈ കറി എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കിയിട്ട് വരാം. ഇനി നമുക്ക് ഈ കറിക്ക് വേണ്ടി ആദ്യം ചെയ്തു വെക്കേണ്ടത് മുട്ട പുഴുങ്ങിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു 4 മുട്ടയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് പുഴുങ്ങി തൊണ്ടൊക്കെ കളഞ്ഞ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോന്നും നമുക്കൊന്ന് രണ്ടായിട്ടൊന്ന് മുറിച്ചെടുക്കേണ്ടതുണ്ട്. അത് പിന്നീട് മുറിച്ചെടുക്കാം. പിന്നെ വേണ്ടത് ഒരു 10-15 ചെറിയ ഉള്ളി, പിന്നെ ഒരു 4 വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി. അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് ചതച്ചെടുക്കേണ്ടതുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു പച്ചമുളക്, ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഒരു പച്ചമുളക്, ഒരല്പം കറിവേപ്പില. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ചെറിയ പീസ് മാത്രം ഒരു കുടംപുളി. അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിർക്കാൻ വേണ്ടി നമ്മളിങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളത്തോടു കൂടി നമുക്ക് ആവശ്യമുള്ളതാണ്. അപ്പോൾ ഈ വെള്ളം നമ്മളിനി കളയില്ല. അപ്പോൾ അതുകൊണ്ട് പുളി നന്നായിട്ട് കഴുകി വെള്ളത്തിലിട്ട് വയ്ക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 6 കരയാമ്പൂവ്. ഇതും ഒന്ന് ചതച്ചെടുക്കേണ്ടതാണ്. അതും നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതൊക്കെ ഒന്ന് ചതച്ചിട്ട് നമുക്കൊന്ന് റെഡിയാക്കി എടുത്ത് വയ്ക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ഇത്ര സാധനങ്ങൾ നമുക്ക് വേണം. ഇനി നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്കിതെങ്ങനെ എളുപ്പത്തിൽ ഈ കറി ഉണ്ടാക്കി തുടങ്ങാം എന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇതേപോലെ ഒരു പാൻ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കുക. അപ്പോൾ ഈ ഹൈ ഫ്ലെയിമിലിട്ട് ചൂടായതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് നമുക്കൊന്ന് മാറ്റി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇപ്പോൾ വെളിച്ചെണ്ണയും ചൂടായിട്ടുണ്ട്. ഈ ചൂടായതിന് ശേഷം നമ്മൾ ഈ ഫ്ലെയിം ഒന്ന് ലോവിലേക്ക് മാറ്റി കൊടുക്കുക. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരുന്ന കരയാമ്പൂവ് ചതച്ചത് ഈ വെളിച്ചെണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒരു മിനിറ്റ് നേരം ഈ വെളിച്ചെണ്ണയിൽ ഈ കരയാമ്പൂ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടണം. എന്നാൽ ആ വെളിച്ചെണ്ണയിൽ നല്ല അതങ്ങോട്ട് ചേർന്നിട്ട് നല്ലൊരു അടിപ്പൻ വെളിച്ചെണ്ണയായിട്ട് ഇങ്ങോട്ട് മാറും. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 2 നുള്ളു മാത്രം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു അല്പം മാത്രം മുളക് പൊടി. അതിനുശേഷം ഒന്നിങ്ങോട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ആ വെളിച്ചെണ്ണയിൽ എല്ലായിടത്തും ആ മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ഒന്ന് ആവും. അതിനുശേഷം ഒരല്പം മാത്രം ഉപ്പ്, ഒരല്പം മാത്രമാണ് കേട്ടോ, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മൾക്ക് ആ മുട്ട ഒന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആണ് നമ്മൾ ആ ഉപ്പ് ഒരല്പം മാത്രം ചേർത്ത് കൊടുത്തത്. ഇനി നമ്മൾ എടുത്തു വെച്ചിരുന്ന മുട്ട ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒരു 1-1.5 മിനിറ്റ് നേരം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാവരും ഇതേപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. എങ്കിലേ അതിൻ്റെ ഉള്ളിൽ ആ ഉപ്പും ആ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടുള്ളൂ. എല്ലാവരും ഇതേപോലെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഏകദേശം ഒരു 1.5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 1 മിനിറ്റ് ഒന്നും വേണ്ട, പെട്ടെന്ന് തന്നെ നമുക്കിത് ഇതിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഫ്ലെയിം എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മൾ ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. എന്നാലേ അതിനകത്ത് ആ കരയാമ്പൂവിൻ്റെ മസാലയൊക്കെ ഇങ്ങോട്ട് നന്നായിട്ട് പിടിച്ച് കിട്ടുള്ളൂ. അപ്പോൾ ഇത്ര മതി. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഇതെടുത്ത് മാറ്റി വയ്ക്കാം. ഇപ്പം നമ്മൾ മുട്ട കട്ട് ചെയ്ത് വെച്ച സെയിം പ്ലേറ്റിൽ തന്നെയാണ് നമ്മൾ ഈ ഫ്രൈ ചെയ്ത മുട്ടയും നമ്മളെടുത്ത് മാറ്റി വയ്ക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് പണികൾ ഒരുപാട് നമുക്ക് ലാഭം കിട്ടും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് കറികളൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇനി നമുക്കത് നീക്കി വയ്ക്കാം. ഇനി നമ്മൾ ഈ സെയിം വെളിച്ചെണ്ണയിൽ തന്നെയാണ് നമ്മളിനി കറി ഉണ്ടാക്കി തുടങ്ങുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ എടുത്തു വെച്ചിരുന്ന കറിവേപ്പില ആദ്യം ഇതിനകത്തേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ചേർത്ത് കൊടുക്കേണ്ടത് ചെറിയ ഉള്ളി ചതച്ചത് 10-15 എണ്ണം നമ്മളെടുത്ത് വെച്ചിരുന്നില്ലേ, അതങ്ങോട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ആ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു പച്ചമുളക് 4ആയിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്, അതും കൂടി അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണയുടെ കുറവുണ്ട്. ഒരു 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
ഇപ്പം നമ്മൾ ഫ്ലെയിം ലോ ഫ്ലെയിമിലാണ് വെച്ചിരുന്നത്. അതൊന്ന് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുക. അപ്പോൾ ഈ ഉള്ളിയുടെ ഇഞ്ചിയുടെയൊക്കെ ആ പച്ചമണം ഒന്ന് മാറിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് ഇതിലേക്ക് ഈ ഉള്ളിക്കും ഇഞ്ചിക്കും ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം നന്നായിട്ടൊന്ന് വീണ്ടും വഴറ്റി കൊടുക്കുക. അപ്പോൾ ഈ നന്നായിട്ട് മുരിഞ്ഞെന്ന് ഉറപ്പ് വരുത്താം. ആ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 2-3 നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടീസ്പൂൺ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് മുളക് പൊടി. അപ്പോൾ ഇതേപോലെ അധികം പൊടിയാത്ത മുളക് പൊടിയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പോൾ ഇതേപോലത്തെ മുളക് പൊടി ഉണ്ടെങ്കിൽ ഇതുപോലത്തെ തന്നെ ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ നന്നായിട്ട് മൊരിയണം. അല്ലെങ്കിൽ അതിന് ഒരു വല്ലാത്തൊരു ടേസ്റ്റും ഒരു വല്ലാത്ത ടേസ്റ്റിന് വളരെ വ്യത്യാസം വരും. അപ്പോൾ ഈ ഒരു രീതി ആവുമ്പോഴേക്ക് നമ്മൾക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ട ഒരു കാര്യവും കൂടിയുണ്ട്. നമ്മളെടുത്ത് വെച്ചിരുന്ന ആ ചെറിയ കഷ്ണം പുളി ആ വെള്ളത്തോടു കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കാം. ഉപ്പ് ഈ സമയത്താണ് കറക്റ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഉപ്പിൻ്റെ ഒരു കുറവുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കത് ഒരു മിനിറ്റ് 1.5 മിനിറ്റ് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് നന്നായിട്ട് ആ വെള്ളം ഇതിനകത്തേക്ക് ആ പുളിയൊക്കെ ഒന്ന് ആ ഗ്രേവിയിൽ നന്നായിട്ടൊന്ന് പിടിക്കണം. ജസ്റ്റ് 1 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ്, അതിൽ കൂടുതൽ വേണ്ട. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്തെടുക്കേണ്ടത് കേട്ടോ. അതൊക്കെ ഓർമ്മ വേണം. ഇനി നമുക്ക് അധികം നേരം ഇട്ട് വഴറ്റേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് ഇതിൽ നിന്ന് നമ്മൾ ഇട്ട ആ പുളിയുടെ പീസ് നമുക്ക് ഇതിൽ നിന്നെടുത്ത് മാറ്റിക്കളയാം. അപ്പോൾ പുളി ഒട്ടും അധികം കൂടാൻ പാടില്ല. അതൊരു മീഡിയം ഒരു നേരിയ ഒരു പുളി മാത്രമേ നമുക്ക് മതി. അപ്പോൾ ഈ സമയത്ത് ഉപ്പും പുളിയൊക്കെ കറക്റ്റാണോ എന്ന് നോക്കണം. ഉപ്പില്ലെങ്കിൽ ഈ സമയത്ത് നമ്മൾ ഇട്ട് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന മുട്ട ഇതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ആ മസാലയൊക്കെ മുട്ടയിൽ നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാ വശങ്ങളിലും ആ മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടണം. ഇനി നമുക്കിത് എല്ലാനും ഒന്ന് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് 1 മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ആ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി നമുക്കൊന്ന് മൂടി വയ്ക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ടാണ് നമ്മൾ ഇത്രയും ചെയ്തത്. അതൊക്കെ ഒന്ന് ഓർമ്മ വേണം. ഇപ്പോൾ ഏകദേശം 1 മിനിറ്റ് ആയിട്ടുണ്ട്. പൊളിച്ച് എനിക്ക് വയ്യ. ഇപ്പം ഈ കറി കണ്ടാൽ വിശക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അത്രയ്ക്കും സൂപ്പർ ടേസ്റ്റ് ഉള്ളതാണ്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിൻ്റെ കറിയുടെ ടേസ്റ്റ് എത്രത്തോളം ഉണ്ടെന്നുള്ളത്. ഇതിൻ്റെ ആ ഒരു കരയാമ്പൂവിൻ്റെ ഒരു സ്മെല്ലും അതിൻ്റെ ആ വേപ്പില മുരിഞ്ഞിട്ട് അതിൻ്റെ ഒരു വാസനയും ഉള്ളിയും ഒക്കെ കൂടി അങ്ങോട്ട് ചേർന്നിട്ടുണ്ടല്ലോ. അടിപ്പം കറി എന്ന് പറഞ്ഞാൽ അടിപ്പം കറിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് ഞാനിത് തയ്യാറാക്കിയിരിക്കുന്നത്. പിന്നെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്ന ആ കുടംപുളി കയ്പ്പരസം ഇല്ലാത്ത കുടംപുളി ആയിരിക്കണം. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ അളവ് കൂടാൻ പാടില്ല. ഒരു ചെറിയ പീസ് മാത്രം ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളത് മാറ്റി കളയാൻ വേണം. അപ്പോൾ ഈ കറി കഴിക്കുമ്പോൾ നമുക്ക് ഒരുപാട് പുളിയായിട്ട് നമുക്ക് തോന്നരുത്. നേരിയ ഒരു പുളി, കറക്റ്റ് ഉപ്പും ആ പുളിയും ആ മസാലയും എല്ലാം കൂടി ചേരുമ്പോൾ നല്ല അടിപ്പനായിട്ട് നമുക്ക് ഇഷ്ടപ്പെടും. അത്രയ്ക്കും ടേസ്റ്റുള്ള രീതിയിലാണ് ഞാനിത് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ കറിയുടെ ഫൈനൽ സ്റ്റേജ് എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് വേറെ പരിപാടിയൊന്നുമില്ല. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. ടാറ്റാ.